bought and sold. Happy bastard shines like gold. A click away. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ, പ്രത്യേകിച്ച് ഈ ഇറാനിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോ നമ്മുടെ സ്വന്തം പണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു പേടി തോന്നാറില്ലേ? അങ്ങനെ ഒരു ടെൻഷൻ തോന്നുന്നത് അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ആ പേടിയെ എങ്ങനെ നമുക്കൊരു അവസരമാക്കി മാറ്റാം, എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോ ഈ ഒരു വാചകം നമ്മുടെ മനസ്സിൽ വെക്കാം. ഇന്ന് ബുദ്ധിമുട്ടായിരിക്കും, നാളെ അതിലും കഷ്ടപ്പാടായിരിക്കും, പക്ഷെ മറ്റന്നാൾ എല്ലാം ശരിയാകും, നല്ല വെളിച്ചം വരും. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അതൊക്കെ താൽക്കാലികമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്താണ് നന്നായി തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ അവസരങ്ങൾ കിട്ടുന്നത്. അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു 5 സ്റ്റെപ്പ് പ്ലാനാണ്. ഭയത്തിൽ നിന്നും മാറി എങ്ങനെ സാമ്പത്തികമായിട്ട് സ്ട്രോങ് ആവാം എന്നതിനെ പറ്റി. ആദ്യം ഈ പ്രതിസന്ധിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. പിന്നെ ഒരു വിന്നറുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കും. അത് കഴിഞ്ഞ് ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുന്ന 5 കിടിലൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി സംസാരിക്കും. പിന്നെ പണം നമുക്ക് വേണ്ടി എങ്ങനെ പണിയെടുപ്പിക്കാം, ലാസ്റ്റ് റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ തുടങ്ങാമല്ലേ? അപ്പൊ ശരി, നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. പ്രതിസന്ധിയിലെ അവസരങ്ങൾ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല. അതിനപ്പുറം ഇതിനകത്ത് എവിടെയാണ് നമുക്കൊരു ചാൻസ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. സാധാരണ ആളുകൾ ചുറ്റും പ്രശ്നങ്ങളും ബഹളവും മാത്രം കാണുമ്പോൾ നന്നായി തയ്യാറെടുത്തിരിക്കുന്ന ഒരാൾ അവിടെ ഒരു അവസരം കാണും, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ്. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് എങ്ങനെ കിട്ടും? അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താരീതി ഒന്ന് മാറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ വരുന്നത് രണ്ടാമത്തെ പോയിന്റിലേക്കാണ്, വിജയികളുടെ മാനസികാവസ്ഥ. ഇൻവെസ്റ്റ്മെന്റിലെ വിജയം തുടങ്ങുന്നത് കണക്കുകളിൽ നിന്നല്ല, ശരിക്കും നമ്മുടെ തലച്ചോറിൽ നിന്നാണ്, നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വത്ത്. ഇവിടെ 2 തരം ചിന്താരീതികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് സാധാരണ ചിന്ത, മറ്റേത് ഒരു ബിൽഡർ അഥവാ നിർമ്മാതാവിന്റെ ചിന്ത. സാധാരണ ചിന്തിക്കുന്നവർ എന്ത് ചെയ്യും? എല്ലാം ഒന്ന് സേഫ് ആകാൻ വേണ്ടി കാത്തിരിക്കും. ന്യൂസ് ചാനലിലെ ഹെഡ്ലൈൻ കേട്ട് പേടിക്കും, അയ്യോ ഇനി എന്ത് സംഭവിക്കും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കും. പക്ഷെ ഒരു ബിൽഡറുടെ ചിന്താഗതിയുള്ള ആൾ എന്താ ചെയ്യാ? അവര് പ്രശ്നമുള്ള സമയത്താണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ടെക്നോളജി, ഡെമോഗ്രാഫിക്സ്, അങ്ങനെയുള്ള വലിയ ട്രെൻഡുകൾ അവർ പഠിക്കും. എന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കും, ഇവിടെ എവിടെയാണ് എനിക്കൊരു അവസരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? പക്ഷെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാല് ആർക്കും ഒരു ബിൽഡറുടെ മൈൻഡ് സെറ്റിലേക്ക് മാറാൻ പറ്റും. അപ്പോ പോയിന്റ് ഇതാണ്, വിജയികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ ഭയങ്കര ബുദ്ധിയുള്ളവരൊന്നുമല്ല. അവർക്ക് അവരുടെ ഇമോഷൻസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനറിയാം. പേടി തോന്നുമ്പോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. കാരണം പേടി കൊണ്ട് മാർക്കറ്റിൽ പലതിന്റെയും വില തെറ്റായിട്ടായിരിക്കും കാണിക്കുക. മീഡിയ ഉണ്ടാക്കുന്ന പേടിയും യഥാർത്ഥ വസ്തുതകളും തമ്മിൽ വേർതിരിക്കാൻ പഠിക്കണം. പിന്നെ നമ്മുടെ ലോങ് ടേം പ്ലാനിൽ ഉറച്ചു നിൽക്കുക. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറ്റം പറയാതെ സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു ചോദ്യം ഇതങ്ങ് മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഇവിടെ എവിടെയാണ് ഭാവി ഒളിഞ്ഞിരിക്കുന്നത്? എപ്പോഴൊക്കെ ഒരു പ്രശ്നം വരുന്നോ അപ്പോ ഈ ചോദ്യം സ്വയം ചോദിക്കുക. അപ്പോ തന്നെ നിങ്ങളുടെ ഫോക്കസ് പേടിയിൽ നിന്ന് മാറി അവസരങ്ങളിലേക്ക് വരുന്നത് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയായി. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതാണ് നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ, 5 ശക്തമായ നിക്ഷേപങ്ങൾ. ഏത് പ്രതിസന്ധി വന്നാലും നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന 5 ഇൻവെസ്റ്റ്മെന്റ്സ്. ഇതിനെ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിന്റെ 5 തൂണുകളായിട്ട് കാണാം. ഒന്നാമത്തേത് നിങ്ങളിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവുകൾ. കാരണം പണം പോയാലും അറിവ് എങ്ങോട്ടും പോകില്ല. രണ്ടാമത്തേത് ഗോൾഡ്, സിൽവർ പോലുള്ള റിയൽ അസറ്റ്സ്. നമ്മുടെ കറൻസിയുടെ വിലയൊക്കെ ഇടിയുമ്പോൾ ഇവയൊരു സുരക്ഷ തരും. 3 ടെക്നോളജി. എന്ത് യുദ്ധം നടന്നാലും എന്ത് പ്രശ്നമുണ്ടായാലും AI, ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കും. 4 ഫുഡ്, ഹെൽത്ത് കെയർ പോലുള്ള അത്യാവശ്യ ഇൻഡസ്ട്രികൾ. ആളുകൾക്കിതൊക്കെ എപ്പോഴും വേണ്ടിവരും. 5ാമത്തേത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ സിസ്റ്റംസ്. ഇത് പല വഴികളിലൂടെ വരുമാനം തന്ന് നമ്മളെ സ്ട്രോങ് ആക്കും. അപ്പം നമ്മൾ ആ ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ ഫൗണ്ടേഷനെ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കണം. അപ്പം നമ്മൾ 4ാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, പണം നിങ്ങൾക്കായി പ്രവർത്തിക്കട്ടെ.
ഇവിടെയാണ് പാസീവ് ഇൻകത്തിന്റെ റോൾ വരുന്നത്. ഇതൊരു നല്ലൊരാശയമാണ്. ഒരു പുഴകളുടെ കൂട്ടം പോലെ പല വരുമാന വഴികൾ ഉണ്ടാക്കുക. അതായത് ഒരു പുഴ ഒറ്റിപ്പോയാലും പ്രശ്നമില്ല, മറ്റു പുഴകളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ഒരു വരുമാനം നിന്നാലും മറ്റുള്ളവ നമ്മളെ താങ്ങി നിർത്തും. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഡിവിഡൻഡ് സ്റ്റോക്സ്, അതായത് വലിയ കമ്പനികൾ അവരുടെ ലാഭത്തിൽ നിന്ന് നമുക്കൊരു പങ്ക് തരും. റീറ്റ്സ് എന്ന് പറയും, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. വലിയ വലിയ ബിൽഡിംഗുകളിലൊക്കെ ചെറിയ പണത്തിന് നമുക്കും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഹൈ yീൽഡ് സേവിംഗ്സ്, സാധാരണ ബാങ്ക് അക്കൗണ്ടിനേക്കാൾ കൂടുതൽ പലിശ കിട്ടും. അതുപോലെ P2P ലെൻഡിംഗ്, നമ്മൾ ഒരു പ്ലാറ്റ്ഫോം വഴി മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സാധാരണ റിട്ടേൺ കൂടുമ്പോൾ റിസ്ക്കും കൂടും. അപ്പൊ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് അടുത്തത്. ഓക്കെ, നമ്മുടെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് വരാം. റിസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം. സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വരുമാനമുണ്ടാക്കൽ മാത്രമല്ല, അതിലെ റിസ്കുകളെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യുക എന്നതും കൂടിയാണ്. നമുക്ക് ഈ P2P ലെൻഡിംഗ് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു നോക്കാം. P2P ലെൻഡിംഗിൽ നല്ല റിട്ടേൺസ് കിട്ടും, പക്ഷേ കുറച്ച് റിസ്കുകളുണ്ട്. പക്ഷെ പേടിക്കേണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒന്ന്, ഡീഫോൾട്ട് റിസ്ക്, അതായത് കടം വാങ്ങിയ ആൾ പണം തിരിച്ചടച്ചില്ലെങ്കിലോ? അതിന്റെ സൊല്യൂഷൻ, നിങ്ങളുടെ പണം ഒന്നോ രണ്ടോ ആൾക്ക് കൊടുക്കാതെ ഒരു 100 അതിൽ കൂടുതലോ ചെറിയ ലോണുകളായിട്ട് കൊടുക്കുക. 2, പ്ലാറ്റ്ഫോം റിസ്ക്, ആ സൈറ്റ് തന്നെ പൂട്ടിപ്പോയാലോ? അതിന് RBI അപ്രൂവ് ചെയ്ത പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക. 3, ലിക്വിഡിറ്റി റിസ്ക്, പെട്ടെന്ന് പണം തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലോ? അതിന് ചെറിയ കാലാവധിയുള്ള ലോണുകളിൽ ഫോക്കസ് ചെയ്യുക. അവസാനത്തേത് പാനിക് റിസ്ക്, മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ചെല്ലാം വിൽക്കുന്നത്. അതിന് മറികടക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, നമ്മുടെ ലോങ് ടേം പ്ലാനിൽ ഉറച്ചു നിൽക്കുക. ഈ ചാർട്ട് നോക്കൂ, ഇതൊരു ഗോൾഡൻ റൂളാണ്. P2P ലെൻഡിംഗ് പോലെ ഹൈ റിസ്ക്കുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഇടുക. ഒരു 5 മുതൽ 10% വരെ, അത്രേ മതി. അപ്പൊ നമ്മുടെ റിസ്ക് എപ്പോഴും കൺട്രോളിലായിരിക്കും. അപ്പോ ഇത്രയൊക്കെ കേട്ടു. ഇനി ഇന്ന് തന്നെ എങ്ങനെ തുടങ്ങാം? സിമ്പിളായിട്ട് 3 സ്റ്റെപ്പുകൾ. 1, നിങ്ങൾക്ക് ചേരുന്ന നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള 2-3 ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക. 2, ചെറുതായിട്ട് തുടങ്ങുക. ഇപ്പോഴത്തെ ആപ്പുകളൊക്കെ വെച്ച് 1000 രൂപ വെച്ച് പോലും തുടങ്ങാം. ഒന്നും തുടങ്ങാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെറുതായിട്ടെങ്കിലും തുടങ്ങുന്നത്, അല്ലേ? 3, കിട്ടുന്ന ലാഭം മുഴുവൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഭാവി എന്ന് പറയുന്നത് പേടിച്ച് ബഹളം വെക്കുന്നവർക്കുള്ളതല്ല, നന്നായി തയ്യാറെടുക്കുന്നവർക്കുള്ളതാണ്. ഈ തയ്യാറെടുപ്പും അച്ചടക്കവുമാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള നമ്മുടെ വഴി. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരൊറ്റ ആക്ഷൻ എന്താണ്? ഒരു ചെറിയ സ്റ്റെപ്പ് മതി വലിയ മാറ്റങ്ങൾ തുടങ്ങാൻ. വെറുതെ ആലോചിച്ചിരിക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക.